الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. ممكن سورة هود سورة 14. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فإن لم يستجيبوا لكم فاعلموا أنما أنزل بعلم الله وأن لا إله إلا هو فهل أنتم مسلمون. ഫഇല്ലം യസ്തജീബു ലക്കും, ഇനി അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നില്ലെങ്കിൽ ഫഅലമു, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അന്നമാ ഉൻസില ബിഇൽമില്ലാഹ്, അതിറക്കപ്പെട്ടിരിക്കുന്നത് അല്ലാഹുവിൻ്റെ ഇൽമു കൊണ്ട് മാത്രമാണ്. വഅൻ ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഒരു ഇലാഹുമില്ല, ഒരു ദൈവവുമില്ല, ഒരാരാധ്യനുമില്ല. ഫഹൽ അൻതും മുസ്ലിമൂൻ, നിങ്ങൾ സമ്മതിക്കുന്നവരാകുമോ, നിങ്ങൾ ഇസ്ലാമിനെ അംഗീകരിക്കുമോ. ഒന്നുകൂടെ അർത്ഥം പറയാം. ഫഇല്ലം യസ്തജീബു ലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നില്ലെങ്കിൽ ഫഅലമു, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ അറിയണം, അന്നമ ഉൻസില ബിഇൽമില്ലാ, അത് ഇറക്കപ്പെട്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ ഇൽമു കൊണ്ട്, അള്ളാഹുവിൻ്റെ ഇൽമിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. വഅൻ ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഒരു ഇലാഹുമില്ല, ഒരു ദൈവവുമില്ല. ഫഹൽ അൻതും മുസ്ലിമൂൻ, നിങ്ങൾ സമ്മതിക്കുന്നവരാകുമോ. നേരത്തെയുള്ള സൂക്തത്തിൽ ഈ ഖുർആൻ അള്ളാഹുവിൻ്റേതൊന്നുമല്ല, ഇത് മുഹമ്മദ് നബി അയാളുടെ വക പറയുന്നതാണ്. അതാണ് അയാൾക്ക് എവിടുന്ന് ആ അറിവൊക്കെ കിട്ടിയത്. അതിങ്ങനെ അയാൾ പല യാത്രകളും പണ്ട് നടത്തിയിരുന്നു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹുവിൻ്റെ ആടുകളൊക്കെ ആയിട്ട്, അല്ല കച്ചവട സംഘമൊക്കെ ആയിട്ട് പല നാടുകളിലേക്കും യാത്ര പോയിട്ടുണ്ട്. ഓരോ നാടുകളിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള കഥകളും ചരിത്രങ്ങളൊക്കെ കുറേയൊക്കെ മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊള്ളക്കൊടുക്ക നടക്കുമ്പോൾ, ആശയവിനിമയം നടത്തുമ്പോൾ കിട്ടിയിട്ടുണ്ടാകും. അത് ഇവിടെ വന്ന് നമ്മളോട് ഓതിത്തരികയാണ്. എന്നിട്ട് അയാൾ പറയുക, ഇത് അള്ളാഹുവിൽ നിന്ന് എനിക്ക് കിട്ടുന്നതാണ്, ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് മുഖേനയാണ് എനിക്ക് കിട്ടുന്നത്, ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്നൊക്കെയാണ് അയാൾ വാദിക്കുന്നത്. യഥാർത്ഥത്തിൽ അതൊക്കെ കളവ് പറയുകയാണ്. അയാൾ കൃത്രിമമായി, കളവായി അയാളുടെ വക ചമച്ചുണ്ടാക്കുന്നതാണ് എന്ന ആരോപണം ഖുർആനിനെ സംബന്ധിച്ച്. ഇന്നും ആളുകൾക്ക് ഖുർആനിനെ സംബന്ധിച്ച് വേണ്ടത്ര ഒരു ധാരണയില്ല. ഇത് മുഹമ്മദ് നബിയുടെ വചനങ്ങളാണ് എന്ന് മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ട്. ഖുർആൻ അള്ളാഹുവിൽ നിന്ന് മനുഷ്യവർഗത്തിൻ്റെ മോക്ഷത്തിന്, ഇഹപരക്ഷേമത്തിന് അവതീർണമായ അള്ളാഹുവിൻ്റെ നിയമമാണ് എന്നറിയാത്ത ആൾക്കാർ ലോകത്ത് ഒരുപാടുണ്ടാകും. എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്, മുസ്ലിം സമുദായത്തിൻ്റെ ഉള്ളുകളിലേക്ക് കടന്നു ചെന്നാൽ ഇതിനെ സംബന്ധിച്ച് ഒരു കാഴ്ചപ്പാടും ഇല്ലാതെ ജനനം കൊണ്ട് മുസ്ലിമായി മാറിയ ആൾക്കാരും ധാരാളം. ഇവരൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും, എല്ലാവരും വർഗം മുഴുവൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അവരുടെ ആരോപണങ്ങൾ ഇവിടെ എടുത്ത് ചേർക്കുക, എന്നിട്ട് അതിന് മറുപടി പറയുക. ഇതെന്തിനാണ്? ഇത് അള്ളാഹു മനുഷ്യന് വ്യക്തിപരമായും സാമൂഹ്യമായുമുള്ള ജീവിതത്തിന് ഉള്ള നിയമങ്ങളായി ഇറക്കിയതാണെന്ന് ജനങ്ങൾക്ക് അറിയാൻ, അള്ളാഹുവിൻ്റെ നിയമമാണെന്ന്. കാരണം ഫഇല്ലം യസ്തജീബു ലക്കും, അപ്പോൾ അവർക്കുള്ള അള്ളാഹ് ഒരു വെല്ലുവിളി നടത്തി. ഇത് മുഹമ്മദ് നബിയുടെ വകയാണെങ്കിൽ അദ്ദേഹം ഒരു മനുഷ്യനാണല്ലോ, ആ മനുഷ്യരചനയാണ് നിങ്ങൾ പറയാൻ. നിങ്ങളെ കൂട്ടത്തിലുണ്ടല്ലോ ഒരുപാട് സാഹിത്യകാരന്മാർ, കവികളുണ്ട്, പ്രഭാഷകരുണ്ട്, ലേഖനം എഴുതുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ ഒരു 10 വാചകം ഉണ്ടാക്കാൻ വലിയ പ്രയാസമുണ്ടോ?
ഒരു സൂറത്ത് ഉണ്ടാക്കിക്കൂടെ? അല്ലെങ്കിൽ ഒരു 10, ആദ്യം ഒരു ഖുർആൻ, കഴിയില്ലെങ്കിൽ ഒരു 10 സൂറ, കഴിയില്ലെങ്കിൽ ഒരു സൂറയെങ്കിലും സാധിക്കുമോ? നിർമ്മിച്ചു നോക്കി. നിങ്ങളെല്ലാവരും സഹായത്തിന് കൂട്ടിക്കോളി. നിങ്ങളുടെ സാഹിത്യകാരന്മാരെ ഒക്കെ വിളിച്ചുകൊള്ളൂ. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഒന്ന് നിർമ്മിച്ച് ജനങ്ങൾ അംഗീകരിക്കുന്ന വിധത്തിൽ ഓതി കേൾപ്പിക്കുവിൻ എന്നൊരു വെല്ലുവിളി നടത്തി. അതിലാരെയും വിളിക്കാൻ നിങ്ങൾക്ക്, അള്ളാഹുവിനെ ഒഴികെ. ഫൈലം യസ്തജീബൂലക്കും, ഇനി ഈ വിളിക്കപ്പെട്ടവർ, നിങ്ങളുടെ സഹായികളായി വിളിക്കപ്പെട്ടവർ നിങ്ങൾക്ക് ഉത്തരം തരുന്നില്ലെങ്കിൽ, ഇസ്തജാബ, അജാബ, ഇജാബത്ത്, മുജീബ്, ഇതൊക്കെ നമ്മൾ സാധാരണ കേൾക്കുന്ന വാക്കാം. ഇജാബത്ത് പറഞ്ഞാൽ ഉത്തരം, അജാബ ഉത്തരം പറഞ്ഞു, മുജീബ് ഉത്തരം പറയുന്നവൻ. ഇസ്തജാബ എന്നല്ല തന്നെ കുറച്ചുകൂടെ അർത്ഥം. നിങ്ങൾ എല്ലാവിധ ശ്രമങ്ങളും നടത്തിയിട്ടും അവർ ഒരു തരത്തിലുള്ള മറുപടിയും നിങ്ങൾക്ക് തരുന്നില്ലെങ്കിൽ, അവർ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നില്ലെങ്കിൽ, നിങ്ങളുടെ ശുഹദാക്കൾ, നിങ്ങളുടെ സാക്ഷികളും സഹായികളും അതിന് മറുപടി തരുന്നില്ലെങ്കിൽ, ഉത്തരം തരുന്നില്ലെങ്കിൽ, ഫായിലുമ, അപ്പോഴെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എന്ത്? എന്നമാ ഉൻസില ബിഇൽമില്ല. അവരെന്തുകൊണ്ടാണ് വെല്ലുവിളി ഏറ്റെടുക്കാതിരുന്നത്? സാധ്യമല്ല. ചിലവരൊക്കെ ചില ശ്രമങ്ങളൊക്കെ, വാചകങ്ങളൊക്കെ പറഞ്ഞു നോക്കി, ചില വാചകങ്ങളൊക്കെ പറഞ്ഞു നോക്കി. എന്നിട്ട് അതുമായിട്ട് അവരുടെ തന്നെ സുഹൃത്തുക്കളെ സമീപിച്ചത് എങ്ങനെയുണ്ട്? ഖുർആന് വെല്ലുവിളിയായിട്ട് മതിയാവില്ലേ? ഏകദേശം ഒക്കണില്ലേ? ഇങ്ങനെയൊക്കെ ചില സാഹിത്യ നിർമ്മിതികൾ നടത്തിയിട്ട് അവർ പരസ്പരം ചൊല്ലിക്കേൾപ്പിച്ച്, ഓതിക്കേൾപ്പിച്ച്, ഇത് ഏകദേശം ഖുർആനോട് ഒക്കൂലേ? അപ്പം മറ്റവന് ഉള്ളിൽ ചിരി വരിക ചെയ്തില്ല. ആർക്ക്? അവരുടെ കൂട്ടുകാരനായ ഖുർആൻ്റെ പ്രതിയോഗിക്ക് തന്നെ ഉള്ളിലിങ്ങനെ ചിരി വരിക. ഉള്ളത് പറയാനും വെച്ചാൽ സംഗതി ഇത് മഹാപോഴത്തറാണ്. എന്നിട്ട് പറഞ്ഞു, എനിക്കറിയാലോ ഈ എഴുതിയത് മുഴുവനും മഹാവങ്കത്തരമാണെന്ന്, വെഡിത്തരമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന കാര്യം എനിക്കറിയാലോ എന്ന് പറഞ്ഞിട്ട് അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും നിരുത്സാഹപ്പെടുത്തുകയും ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചില ശ്രമങ്ങളെ പറ്റപ്പെട്ട ആൾക്കാർ നടത്തി നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി വെച്ചുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഫായിലമു, നിങ്ങൾ അറിയണം, അന്നമാ ഉൻസില ബിഇൽമിൽ, ഇത് ഇറക്കപ്പെട്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ ഇൽമിൻ്റെ അടിസ്ഥാനത്തിലാണ്. അള്ളാഹുവിൻ്റെ ഇൽമ് തന്നെ എന്താ? അലീമാണവൻ, ഖബീറാണവൻ. അലീം എന്ന് പറഞ്ഞാൽ എന്താ? സകലതും അറിയുന്നവനാണ്, സകലതും അറിയുന്നവൻ. ഖബീർ എന്ന് പറഞ്ഞാൽ എന്താ? സൂക്ഷ്മമായി അറിയുന്നവൻ, സൂക്ഷ്മമായി അറിയും. മനുഷ്യന് അങ്ങനെ ഓരോ സംഗതികളെ സംബന്ധിച്ചും അത്ര സൂക്ഷ്മമായ ജ്ഞാനമില്ലല്ലോ, ഇല്ല. ഞാൻ പലപ്പോഴും പറയാം, ലോകത്തുള്ള മനുഷ്യരെ മുഴുവനും അള്ളാഹുവിനറിയാം, അള്ളാഹുവിനറിയാം. മനുഷ്യൻ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ 10,000-കണക്കിന് സൃഷ്ടികളിലെ ഒന്നാണ്. ഈ ഓരോ വ്യക്തികളെയും വേറിട്ടറിയാം, ഓരോ വ്യക്തികളുടെയും സവിശേഷതകൾ അറിയാം, ഓരോ വ്യക്തികളുടെയും അവയവങ്ങൾ, ആന്തരിക അവയവങ്ങൾ, അയാളുടെ കഴിവുകളും കഴിവുകേടുകളും പ്രവർത്തനങ്ങളും സ്ഥലവും എല്ലാ സംഗതികളും. മനുഷ്യൻ ഇന്ന് വരെ മനുഷ്യനെ സംബന്ധിച്ച് പഠിച്ചിട്ട് അവനെ സംബന്ധിച്ച് മുഴുവൻ അറിഞ്ഞിട്ടില്ലല്ലോ. മനുഷ്യൻ്റെ രക്തത്തെ സംബന്ധിച്ച് ഇന്നും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. രക്തമെന്ന് പറയുന്ന അത്ഭുതം, കൃത്രിമമായി സൃഷ്ടിക്കാൻ സാധ്യമല്ലാത്ത, മാംസമെന്ന് പറയുന്ന, മജ്ജ എന്ന് പറയുന്ന, കൃത്രിമമായി സൃഷ്ടിക്കാൻ സാധ്യമായിട്ടില്ലാത്ത, കണ്ണെന്ന് പറയുന്ന. അപ്പോൾ ഇങ്ങനെയൊക്കെ മനുഷ്യൻ്റെ അറിവിന് പരിമിതി ഉണ്ട്. ഇതെങ്കിലും നിങ്ങൾ സമ്മതിക്കണം. ഫഅലമു, നിങ്ങൾ അറിയണം, നിങ്ങൾ മനസ്സിലാക്കണം, അന്നമാ ഉൻസില ബിഇൽമിൽ, ഇത് ഇറക്കപ്പെട്ടിരിക്കുന്നത് മനുഷ്യനെ സംബന്ധിച്ച് സകലതും പൂർണ്ണമായി അറിയുന്ന അള്ളാഹുവാണ്. അത് അവനെക്കൊണ്ടേ സാധിക്കൂ. ഇതിൽ പരാമർശിക്കുന്ന കാര്യങ്ങളൊക്കെ മനുഷ്യ സാധ്യമായതാണ്, മനുഷ്യൻ അംഗീകരിക്കേണ്ടതാണ്. അത് മനുഷ്യൻ്റെ പ്രകൃതി അനുസരിച്ച് ഇറക്കപ്പെട്ടതാണ്. അതാണ് അള്ളാഹുവിൻ്റെ അറിവ് കൊണ്ടാണ് അവൻ ഇറക്കിയിരിക്കുന്നത്, അല്ലാതെ മുഹമ്മദ് നബി എവിടെന്നെങ്കിലും പഠിച്ച് ഓതി കേൾപ്പിച്ചതല്ല. ലാ ഇലാഹ ഇല്ലാഹു, അതോടൊപ്പം ഇങ്ങനെയൊക്കെയുള്ളൊരു അള്ളാഹുവാണ്, സകല അറിവുകളും തികഞ്ഞവനായ അള്ളാഹുവാണ് ഇലാഹായിട്ടുള്ളവൻ, മറ്റൊരു ഇലാഹുമില്ല തന്നെ. ഒരു ഇലാഹുമില്ല ഇല്ലാഹു. ഇല്ലാഹുവ എന്നാണ് നമ്മളവിടെ നിർത്തുകയാണെങ്കിൽ ഇല്ലാഹു, അല്ലെങ്കിൽ ഇലാഹ ഇല്ലാഹുവ ഫഹൽ അൻതും മുസ്ലിമൂൻ. കൂട്ടിയോതാണ് വേണ്ടത് എന്നാണ്. അവിടെ സ്വാദും ലാമും യാവും കൂടി ഉണ്ടെങ്കിൽ വസൂലും ആവില്ല, ചേർത്തോതാണ് നല്ലത്. നീ വെച്ചു വിചാരിച്ചൊരു കുറ്റമൊന്നുമില്ല. ഫഹൽ അൻതും മുസ്ലിമൂൻ, നിങ്ങൾ
മുസ്ലിമാകുന്നുവോ എന്നാണ്. ഇവിടെ ഈ മുസ്ലിമാകുമോ എന്ന് ചോദിച്ചാൽ പെട്ടെന്നല്ലോ മതപരിവർത്തനമാണ് ആവശ്യപ്പെടുന്നത്. അങ്ങനെയാണല്ലോ പെട്ടെന്ന് തോന്നുന്നത്. ഈ മുസ്ലിമാകുമോ ചോദിച്ചാൽ അല്ലേ, മതപരിവർത്തനം, നിർബന്ധ മതപരിവർത്തനം. യഥാർത്ഥത്തിൽ എന്താണ് ഈ കാര്യം? നിങ്ങൾ സമ്മതിക്കുമോ എന്നാണ്. അസ്ലമ, അള്ളാഹുവിനെ സമ്മതിച്ചു, അള്ളാഹുവിനെ അനുസരിച്ചു, അള്ളാഹുവിനെ വിധേയനായി നോക്കി, അതാണ് മുസ്ലിം. പിന്നെ ഇതൊരു ജാതീയമായ പേരായി പ്രചരിപ്പിക്കപ്പെട്ടതാണ്. യഥാർത്ഥത്തിൽ മുസ്ലിം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നത് ഒരു ആദർശ സമൂഹമാണ്. അത് മനസ്സിലാകാതെ ഇതൊരു കേവലം ജാതിയായി പരിചയപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കിയിരിക്കുകയാണ്. നിങ്ങൾ മുസ്ലിമുകളാവുമ്പോൾ അർത്ഥം ഓക്കെയാണ്, അർത്ഥം ശരിയാണ്. അങ്ങനെ പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം? നിങ്ങൾ അള്ളാഹുവിന് വഴങ്ങുമോ, അള്ളാഹുവിനെ അനുസരിക്കുമോ, അള്ളാഹു പറഞ്ഞത് സ്വീകരിക്കുമോ, അള്ളാഹു നടത്തിയ വിവരണം അത് നിങ്ങൾക്ക് അവൻ അവതരിപ്പിച്ചതുപോലെയുള്ളൊരു ഗ്രന്ഥം, ഒരു നിയമാവലി അവതരിപ്പിക്കുക സാധ്യമല്ലെന്ന വിഷയം നിങ്ങൾ സമ്മതിക്കുമോ? അങ്ങനെ നിങ്ങൾ സമ്മതിക്കുമെങ്കിൽ നിങ്ങൾ സമ്മതിക്കേണ്ട മറ്റൊരു കാര്യം അവനല്ലാതെ ദൈവമില്ല എന്നുള്ളതാണ്. അവനാണ് ഇലാഹു. നിങ്ങൾ ഇത്ര ഒരുപാട് ബഹുദൈവങ്ങളെ സ്വീകരിച്ച് ആരാധിച്ചു കൊണ്ടിരിക്കുന്നു, ഇത് നിങ്ങൾ അള്ളാഹുവിനെ സമ്മതിക്കുമോ എന്ന്. അള്ളാഹു ഫഹൽ അൻതും മുസ്ലിമൂൻ, നിങ്ങൾ ഇക്കാര്യം സമ്മതിക്കുമോ? ഒന്നുകൂടെ അർത്ഥം വന്ന് നിർത്താം. ഫഇല്ലം യസ്തജീബൂ ലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരമേകുന്നില്ലെങ്കിൽ, അഥവാ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഖുർആനിന് പകരമായൊരു വേദം അല്ലെങ്കിൽ ഒരു വേദ പാഠം അവതരിപ്പിക്കാൻ അവർക്ക് സാധ്യമല്ലെങ്കിൽ, അതാണ് ഉത്തരമേകുന്നില്ലെങ്കിൽ, ഉത്തരം നൽകുന്നില്ലെങ്കിൽ, ഫഅലമൂ, അപ്പോൾ നിങ്ങൾ അറിയുക, അന്നമാ ഉൻസില ബിഇൽമില്ലാഹ്, അല്ലാഹു ഇത് ഇറക്കപ്പെട്ടിരിക്കുന്നത് അല്ലാഹുവിൻ്റെ ഇൽമിൻ്റെ അടിസ്ഥാനത്തിലാണ്. വഅല്ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഒരു ഇലാഹുമില്ല. ഫഹൽ അൻതും മുസ്ലിമൂൻ, നിങ്ങൾ സമ്മതിക്കുന്നവരാകുമോ, അല്ലെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന് വിധേയരാകുമോ? അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വേദം പൂർണ്ണമായി അംഗീകരിച്ച് അവന് വിധേയരായി ജീവിക്കാൻ നമ്മെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. നമ്മുടെ രോഗങ്ങളൊക്കെ അള്ളാഹു തആല ശിഫയാക്കുമാറാവട്ടെ. നമ്മളെ ഓരോരുത്തരുടെയും പല ജാതി പ്രയാസങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്ക് നീ ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകണം. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله.